ജയലളിത സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്നലെയാണ് ബംഗളൂരു ഹൈക്കോടതി പരിഗണിച്ചത്. മറുപടി നൽകാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഭവാനി സിംഗ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് ഒക്ടോബർ 6 മാറ്റി. എന്നാൽ അന്ന് പൊതു അവധിയായതിനാൽ ജാമ്യാപേക്ഷ നേരത്തെ പരിഗണിക്കണമെന്ന് ജയലളിതയുടെ അഭിഭാഷകൻ രാംജത്ത് മലാനി രജിസ്ട്രാളോട് ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് ഇന്ന് പരിഗണിക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DH വഗേല നിർദ്ദേശിച്ചത്. ദസറാവധിയായിട്ടും കോടതി ഹർജി പരിഗണിച്ചെങ്കിലും ഭവാനി സിംഗ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയത്. ഇന്നുതന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന രാംജത്ത് മലാനിയുടെ ആവശ്യം കോടതി നിരസിച്ചു. കോടതി തീരുമാനത്തിനെതിരെ തമിഴ്നാട്ടിൽ നിന്നുള്ള അഭിഭാഷകർ കർണാടക ഹൈക്കോടതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. Tamil Nadu or from the government of Karnataka or from the judiciary. It is neither illegal nor legal. We want justice. At least she should be released within 24 hours. ജാമ്യാപേക്ഷ മാറ്റിവെച്ചതോടെ തമിഴ്നാട്ടിൽ AIADMK പ്രവർത്തകരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജയലളിതയെ ആശുപത്രിയിലേക്ക് മാറ്റാനും ശ്രമം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.